എല്ലാവർക്കും നമസ്കാരം. വളരെ നല്ല പേരോടുകൂടി കടന്നു പോകുന്ന സമയങ്ങളാണ് ഞങ്ങൾ, പ്രത്യേകിച്ച് സിനിമയിലുള്ളവർ, പ്രത്യേകിച്ച് ഞാനും ബാസിയൊക്കെ സമൂഹത്തിൽ വളരെയധികം നല്ല പേര് നേടി. എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന പേരായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പെട്ടെന്ന് കൺവിൻസ്ഡ് ആവുമല്ലോ. പിന്നെ എന്ത് പ്രശ്നം വന്നാലും ഇപ്പോൾ സിനിമാക്കാരുടെ പേരിതാ, ലോകമഹായുദ്ധം ഉണ്ടായതും ആദവും ഓവയും പ്രശ്നം ഉണ്ടായതും മുതലെല്ലാം സിനിമ കണ്ടിട്ടാന്നാ പറയുന്നത് അല്ലേ? എന്താണെങ്കിലും കുറ്റം പറയാനുള്ള ആൾക്കാരുണ്ടല്ലോ കുറച്ചില്ലേ. അപ്പൊ പിന്നെ ലവ്, അപ്പൊ ആരപ്പി ലവ് ചെയ്യാത്തത്? അല്ലെങ്കിൽ ഇപ്പൊ ലവ് കൂടിയതുകൊണ്ടായിരിക്കും ഈ പ്രശ്നം. അല്ല, ഗ്രേറ്റ് ഫാനാണ്. ഈ ഫാനിന് എങ്ങനെയാണ് അവസ്ഥ, എങ്ങനെ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും ആലോചിക്കണം. അല്ല, വളരെയധികം വിഷമം ഉണ്ടാവാറുണ്ട് പല സമയങ്ങളിലും. കാരണം എന്ത് പറഞ്ഞാലും മെക്കെട്ട് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഗൗരവമായിട്ട് കാണേണ്ട പല കാര്യങ്ങളെയും ഗൗരവമായിട്ട് കാണുകയും സിനിമയെ വളരെയധികം ഗൗരവമായി കാണുകയും സിനിമയിൽ പ്രവർത്തിക്കുന്നവരെ ലോകത്തിന്റെ ഏറ്റവും ഗൗരവത്തിൽ കാണുകയും അല്ലേ? അല്ല, ആക്ടർ ഷുഡ് ട്രാവൽ അലോൺ ആൻഡ് ഓൾ വേ, എല്ലാ വഴികളിലൂടെയും സഞ്ചരിക്കണം എന്നാ പറയാം. അത് ഇന്ന വഴിയിലൂടെ സഞ്ചരിക്കണം എന്ന് പറയുമ്പോൾ അത് ശരിയാവില്ല. കാരണം ആക്ടറായിട്ട് ഇപ്പോൾ ഞാനൊരു പടത്തിൽ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഒരു സാധനം ചെയ്യുന്ന സമയത്ത് അത് ശീലമാവാം, ചിലവർക്ക് അത് ദുശീലമാവാം. ഞാനത് കൃത്യമായി അത് കറക്റ്റായിട്ട് ഞാൻ കാണിക്കാതിരിക്കുമ്പോഴാണ് ഞാൻ എത്തിക്സ് ഇല്ലാതെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു സാധനം കാണിക്കണമെങ്കിൽ കറക്റ്റായിട്ട് കാണിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് അതൊന്ന് കാണണ്ടേ? അപ്പോൾ തീപ്പെട്ടി കത്തിക്കാറില്ല എന്നുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതേപോലെ തന്നെ പല കാര്യങ്ങളും ഓരോരുത്തരും അവരവരുടെ എത്തിക്സിനനുസരിച്ച് പ്രവർത്തിക്കണം. അത് ചെയ്യാതിരിക്കുമ്പോഴാണ് അവൻ സമൂഹത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നത്. അതായത് ഒരു സാധനത്തിന് കറക്റ്റായിട്ടുള്ള റിയാക്ഷൻ കൊടുക്കാതിരിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? സമൂഹത്തിന് തെറ്റായി നയിക്കുന്നു. തെറ്റിദ്ധാരണകൾ പണ്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ കഞ്ചാവ് അടിച്ചിട്ട് ഉള്ള സീനുകളിൽ തല കുത്തിക്കാൻ പറയണത്. അതിൻ്റെ എന്താണ് ഒരു കഞ്ചാവ് അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ എന്ത് റിയാക്ഷനാണ് കൊടുക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് കൊടുക്കണം. തെറ്റായിട്ടുള്ളൊരു ധാരണ കൊടുക്കരുത് അല്ലേ? തോക്കൊണ്ട് വെടി വെച്ചുമ്പോൾ മറ്റേ റോക്കറ്റ് കിട്ടിയ പോലെ എക്സ്പ്രഷൻ ഇട്ടിട്ട് കാര്യമില്ലല്ലോ അല്ലേ? മിസൈൽ ആക്രമണം പോലെ ബുള്ളറ്റിന്റെ എഫക്റ്റ് അല്ലേ കൊടുക്കണ്ടോ? അപ്പോൾ അത് പലർക്കും അറിയില്ല. എന്താ ചെയ്യാൻ ഇപ്പോൾ ഇവരൊക്കെ? ഇനിയിപ്പോൾ അവരെ LKG വരെ പഠിപ്പിക്കാനൊന്നും പറ്റില്ല നമുക്ക്. അതിപ്പോൾ അണിറോസിന് അത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. വേറെ രീതിയിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. പ്രയാഗയ്ക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, എനിക്കും ബുദ്ധിമുട്ടായിട്ടുണ്ട്, ബാധുക്കയ്ക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. എന്നാലും ഇതിനൊക്കെ ഒരു രസമുണ്ട്. എല്ലാവരും അറിയുന്നുണ്ടല്ലോ ബുദ്ധിമുട്ടുണ്ടാവുണ്ടെങ്കിലും. ഈ ബുദ്ധിമുട്ടുണ്ടായിട്ട് ആരും അറിയാതെ പോകുമ്പോഴാണ് പ്രശ്നം. അപ്പൊ എല്ലാവരും ഈ പറഞ്ഞ പോലെ സ്നേഹം കൂടി, കുഴപ്പമില്ല, സ്നേഹം കൊണ്ടല്ലേ അല്ലേ? അതെ, സ്നേഹം ഇല്ലാതെ ചെയ്യരുത് കേട്ടോ. അപ്പൊ എല്ലാത്തിനും നന്ദി. എന്നിട്ടും വിളിക്കുന്നുണ്ടല്ലോ നമ്മളെ, മനസ്സിലാ? ഇനി വിളിക്കില്ല അല്ല